നമസ്കാരം. ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. ഇവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷനായ അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഇവിടുന്ന് 850 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണ്ടേ? അത് പോകണം. അതിന് പുറമെ നമ്മുടെ ഇവിടുത്തെ താമസിക്കുന്ന ആ പ്രോപ്പർട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാകും. ആ കാര്യം പോയി കാണാൻ നമ്മുടെ രാമക്ഷേത്രത്തിന്റെ ഒക്കെ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ ഫുഡ് കോർട്ട് സംഭവമൊക്കെ നമ്മൾ നേരത്തെ തന്നെ കാണിച്ചാണ്. ആ എല്ലാ സൗകര്യം കാണിച്ചാണ്. അപ്പോൾ ഫുഡ് കോർട്ട് പോയിട്ട് ഒന്ന് കഴിക്കുക എന്നാണ് ആദ്യം. വീട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നടന്നു പോകണം, കഴിക്കണമല്ലോ. തീർച്ചയായും. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഫുഡ് കോർട്ടിലോട്ട് പോവാം. ഇവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് എടുത്ത് നേരെ ഫുഡ് കോർട്ടിലോട്ട് പോവാം. ഫുഡ് കോർട്ട് വരുന്നത് 3rd ഫ്ലോറിലാണ്. ഇനിയിപ്പോൾ ഈ ഒരു സമയം ആയില്ല, 3 മണി ആയില്ല സമയം എന്നാ. അതുകൊണ്ട് നമുക്ക് പോയ അവിടെ എന്തായാലും കിട്ടുന്ന അറിയില്ല. നമ്മൾ ഡോർമെട്രി വരുന്നത് 2ലാണ്. 2nd ഫ്ലോറിലാണ് ഡോർമെട്രി ഒക്കെ വരുന്നത്. ഇവിടെ സ്റ്റെപ്പ് ഇല്ല. സ്റ്റെപ്പ് ഇല്ല. സ്റ്റെപ്പിനെക്കാട്ടും നല്ല ലിഫ്റ്റ് അല്ലേ? ലിഫ്റ്റ് കണ്ട മുതൽ മൊത്തം ലിഫ്റ്റ് തന്നെ. ഇറങ്ങിക്കോ. ഇതിന്റെ ഈ 3rd ഫ്ലോറിൽ കയറിയാൽ കാണുന്നൊരു വ്യൂ ഉണ്ട്. അതാ ഈ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൽ ശ്രീറാം എന്ന് എഴുതിയിട്ട് ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിലേക്കൂടെ പോകുന്ന റോഡ് കണ്ടോ? ഇതാ അടിപൊളി റോഡാണ്. നമുക്കിനി ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഫുഡ് കോർട്ടിൻ്റെ ഈ ഒരു മേലഭാഗം കണ്ട. ഇതിൻ്റെ അകത്തോട്ട് ഇനിയിപ്പോൾ കയറി വല്ലതും ഇവിടെ വല്ല ഫുഡ് അവൈലബിൾ ആണോ സംശയമാണ്. നോക്കാം കയറിക്കോ. ഈ ഫുഡ് കോർട്ടിൽ ഇരുന്നാൽ കാണുന്നത് റാം മന്ദിറാണ്. കണ്ടോ? രാമക്ഷേത്രത്തിൻ്റെ കറക്റ്റ് വ്യൂ ആണ് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം. അടിപൊളിയാണ്. നല്ലൊരു വ്യൂ ഇവിടുന്ന്. വെജ് ബിരിയാണി. അതെ, വെജ് ബിരിയാണി. അല്ല, ഇവിടെ വെജ് മാത്രമേ കിട്ടുള്ളൂ. അല്ല, വേറെ കാര്യം ഉണ്ടെന്നാൽ ഇവിടെ എല്ലാ ഫുഡിനും കത്തി റേറ്റാണ്. ഞാൻ താലി കഴിക്കണം എന്നാണ് ഉണ്ടായത്. ഒരു താലിക്ക് ഇവിടെ 400 രൂപയാണ്. നമുക്കതൊക്കെ ഉണ്ടല്ലോ. ഫുഡ് കഴിച്ച ശേഷം പറയാം. ഇതാണ് വെജ് ബിരിയാണി. നല്ല ചൂടില്ലേ? ഞങ്ങൾ ഒരെണ്ണം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിന് കാരണമുണ്ട്. അത് ഫുഡ് കഴിച്ചിട്ട് പറയാലോ. പറയാം. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ ലിഫ്റ്റ് കയറി ഇനിയിപ്പോൾ താഴെ ഫ്ലോറിലോട്ട് പോവാണ്. പറയാൻ വിട്ട കാര്യം പറയാൻ തോന്നുന്നില്ല. ഇതാ നമ്മുടെ ബില്ല്. ഇതിന്റെ പ്രൈസ് ഇതാ 373 രൂപയാണ് വെജ് ബിരിയാണിക്ക്. 355 രൂപ. GST അടക്കം 373 രൂപ. അത്രയും പ്രൈസ് ഉണ്ട്. അതായത് 3 ബിരിയാണി കഴിക്കേണ്ട പ്രൈസ്. അല്ല, നമ്മുടെ യാത്ര വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ. അതായത് ശരിക്കും പറഞ്ഞാല് വെജ് താലി കഴിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായത്. കാരണം ഒരു 3 മണിക്കൊക്കെ വെജ് താലി കഴിക്കാൻ വിചാരിച്ചു. പക്ഷേ വെജ് താലിക്ക് 450 450 രൂപ. 2 പേരും കൂടി ഏകദേശം 900 രൂപ എടുത്തിട്ട് വെജ് താലി കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കത്ത് റേറ്റ് അവിടെ. ജ്യൂസിനൊക്കെ 200-250 രൂപ ഒക്കെ മുകളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വെജ് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ വിശപ്പുണ്ട്, അത് കഴിച്ചു. അതുപോലെ തന്നെ നല്ല ഫുഡാണ്. നല്ല അത് ക്വാളിറ്റി ഒക്കെ അടിപൊളി സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഫുഡ് നല്ല ഫുഡ് ആണെന്ന് വെച്ച് നമുക്ക് കഴിക്കാം. ഹൈജീൻ ഫുഡാണ്. നല്ല വൃത്തിയുണ്ട് എല്ലാം. എന്താ പറയാ, അവര് നമ്മൾക്ക് എല്ലാം അടിപൊളി ഫുഡാണ്. കുറച്ച് പൈസ കൂടുതലാവുന്നത് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് നടന്നിട്ട് പോവാം. ഞങ്ങൾ താമസിക്കുന്ന പ്രോപ്പർട്ടി ഇതാണ്, അരുന്ധതി ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്യാൻ നോക്കാം. കാരണം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഇതുണ്ട്. പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഇവിടുന്ന് നേരെ ഈ ഒരു റൈറ്റിലേക്ക്, അതായത് ഇവിടുന്ന് നേരെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വേറെ ഏതൊക്കെയോ റൂട്ടാണ്. അതന്നെയാണ് നേരെ രാമക്ഷേത്രത്തിലേക്കും പോകുന്ന വഴി. ഒരു 800 മീറ്റർ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എത്തും. അതെ. അപ്പോൾ നേരെ ഇതുവഴി നടന്നു പോവാം. ഇവിടുന്ന് 500 മീറ്റർ പോയാൽ രാമക്ഷേത്രമായി. പക്ഷെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവേ വേണ്ട. നമുക്ക് ഇവിടുന്ന് ഒരു റൈറ്റിലേക്ക് ഒരു ചെറിയൊരു റോഡുണ്ട്. അതുവഴിയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ളത്. അപ്പോൾ നേരെ പോയാൽ രാമക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോവാം. നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് റൈറ്റിലേക്ക് ഈ കാണുന്ന വഴിയാണ് ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ഒരു 300 മീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പുറകെ കാണുന്ന റോഡിൽ നിന്ന് ഡയറക്റ്റ് റൈറ്റ് എടുത്ത് നേരെ ഇതുവഴി നടന്നു പോവുകയാണ്. കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ വഴി എങ്ങനെ വരാം എന്നതിനെ പറ്റി നമ്മളെ ശ്രദ്ധാ സേതു എക്സ്പ്രസിൻ്റെ 1ാമത്തെ പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ വന്നത് ശ്രദ്ധാ സേതു എക്സ്പ്രസിനാണ്. അത് ചെന്നൈ എഗ്മോർ വഴിയാണ് വരുന്നത്. രാമനാഥപുരം പോയി കയറി. എല്ലാവരും രാമനാഥപുരം പോയി കയറണമെന്നും പറയുന്നില്ല. അത് ചെന്നൈ എഗ്മോർ വഴിയാണ് വരുന്നത്. തിങ്കളാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്കും അത് ചെന്നൈ എഗ്മോർ എത്തും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ഉണ്ടല്ലോ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്ദേ ഭാരത് കിട്ടും. ഈ പറഞ്ഞ അയോധ്യയിലേക്ക്. പിന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇപ്പം ഇവിടെ എയർപോർട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെയും കിട്ടും. അതിന് പുറമെ നിങ്ങൾക്ക് വരാൻ പറ്റിയ മറ്റൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അയോധ്യക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന്
നേരിട്ട് ഒരു ട്രെയിനുകളില്ല. പിന്നെ ഒരുപാട് ആസ്ഥ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അതിൽ പലത് ക്യാൻസലാക്കി വന്നു. പാലക്കാട് ടു അയോധ്യ ക്യാൻസൽ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ നമ്മുടെ അയോധ്യക്ക് അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ മങ്കാപ്പൂർ എന്ന് പറഞ്ഞിട്ട് ഒരു 37 കിലോമീറ്റർ പോയിട്ട് ആ സ്റ്റേഷനിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് 2 ട്രെയിനുകൾ വരുന്നുണ്ട്. കൊച്ചുവേളിയിൽ ഗോരഖ്പൂർ രപ്തിസാഗറും എറണാകുളം ബറോണി രപ്തിസാഗറും. അപ്പോൾ അതിന് കയറിയിട്ട് നിങ്ങൾ നേരെ ഈ പറഞ്ഞ മങ്കാപൂരിലേക്ക് 3rd AC യോ 2nd AC യോ വന്നിട്ട് വന്ന് വരികയാണെങ്കിൽ അവിടെ ഒരു 37 കിലോമീറ്റർ യാത്ര ചെയ്താൽ അയോധ്യ എത്തും. അപ്പോൾ കൂടുതൽ ട്രെയിനുകൾ നമ്മുടെ എന്താ പറയുക കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് വരുമെന്ന് വിചാരിക്കാം. തീർച്ചയായും വരും. ഞാൻ നോക്കുന്നത് ഈ കുരങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് വരുവാന്നാണ്. എന്തോ ഭാഗ്യത്തിന് വന്നില്ല, രക്ഷപ്പെട്ട്. അതുപോലെ ബിൽഡിംഗ് അല്ല ഇത് മൊത്തം. ഇതൊക്കെ പഴയ ബിൽഡിംഗ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു പള്ളീൻ്റെ ഇത് ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഇത്ര വലിയ വൃത്തിയൊന്നുമില്ല. ഇവിടെ സൗജന്യ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടുത്തെ വെള്ളം ഇതൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് കഴിക്കാനേ തോന്നുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ നേരെ റൈറ്റിലേക്ക്. ഇവിടെ നല്ല റഷാണ്. ഷെയർ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു വഴിയിൽ ഒരു വൃത്തിയുമില്ല. മൊത്തം പൊടി പിടിച്ച് കിടക്കുക. ആ റെയിൽവേ സ്റ്റേഷൻ മാത്രമേ കുറച്ച് നല്ലതായിട്ടുള്ളൂ. ഈ ഭാഗമൊക്കെ മുഴുവനും മോശമാണ്. അല്ല, ബിൽഡിംഗ് എല്ലാം പലതും, അതായത് പഴയ ബിൽഡിംഗ് എല്ലാം പൊളിച്ച് മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് മൊത്തം പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ വേണ്ടതാ, ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം വെള്ളവും ചളിയൊക്കെയാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തി. ആ ഗേറ്റിന് മുന്നിലെത്തി. വണ്ടികൾ കാരണം പോകാൻ പറ്റാത്തയായി. അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പഴയ ബിൽഡിംഗ് തൊട്ടപ്പുറത്തുണ്ട്. അവിടെ ആ ഒരു ഭാഗമൊക്കെ കണ്ട. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച ശരിക്കും പറഞ്ഞാൽ പകലല്ല കാണുന്നുണ്ട്, ഇരുട്ടത്താണ്. അതായത് ഒന്നുകിൽ വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രി ആ ഒരു ടൈമിലോ. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതാദ്യം നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. പുതിയ കെട്ടിട ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോവാം. ഇതിൻ്റെ ആ ഒരു ഭാഗത്തെ കാഴ്ച കൂടെ കാണണമല്ലോ. അകത്തും കൂടെ നമുക്ക് കയറാനുണ്ട്. എത്രയാ ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങുന്നതെന്ന് നോക്കിയേ. നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ ആ മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്ന അങ്ങ് അവിടെയാണ്, ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കായാലും ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അധികം എന്താ പറയുക, ഇവിടെ ഇനിയിപ്പോൾ പണി ഒരുപാട് നടക്കാനുണ്ടത്രേ. കാരണം ഇപ്പോഴൊരു പെട്ടെന്ന് ആക്കിയെടുത്ത ഒരു ഭാഗങ്ങളാണ് ആ കാണുന്നത്. പലതും ഓപ്പൺ ആയിട്ടില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നം. സ്റ്റേഷൻ്റെ അങ്ങ് അവിടെ തന്നെ ഇലക്ട്രിക് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ഇതൊക്കെ ഉണ്ട്. അതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങാം, ആ ഒരു വഴി. പിന്നെ ഇത് നോ എൻട്രി ആണ്. എൻട്രി ഉള്ളത് അങ്ങ് അതിലൂടെയാണ്. ആ മെയിൻ ഭാഗത്തേ കൂടെയാണ് എൻട്രി ഉള്ളത്. നമുക്കൊന്നാൽ നേരെ ഇനി അങ്ങോട്ട് പോവാം. ഈ ഒരു ഭാഗത്തേക്ക് നടന്ന് പോകുമ്പം തന്നെ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ബോർഡുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന്. വെയിറ്റിംഗ് ഹാള്, ഫുഡ് പ്ലാസ, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ. റിട്ടയറിംഗ് റൂമിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡോർമെട്രി ഉണ്ട്, AC റിട്ടയർ റൂംസ് എല്ലാം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇതൊന്നും പലതും ഓപ്പൺ അല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു ഇലക്ട്രിക് ബസ്സൊക്കെ വരുന്നുണ്ട് ഇതിലൂടെ. നേരെ സിറ്റിൻ്റെ ഭാഗത്തോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ട എയർപോർട്ടിന് സമാനമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനാണോ അല്ലെങ്കിൽ ഒരു വിമാനത്താളാണോ നമുക്കൊരു അങ്ങനെ തോന്നിപ്പോവും. തീർച്ചയായും. അതുപോലെ തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി പറഞ്ഞില്ലേ, അതിൻ്റെ ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടാ. ശരിക്കും പറഞ്ഞത് ഞങ്ങൾ രാത്രിക്ക് ഷൂട്ട് ചെയ്യണം തന്നെയാണ് ഉണ്ടായത്. കാരണം ഈ ഒരു ലൈറ്റിംഗ് ആണെങ്കിൽ ഇരുട്ട് വേണം. പകൽ നമുക്ക് ഇവിടത്തോട്ട് വരാം, അത് വേറെ കാര്യം. കാരണം പകൽ ഈ ലൈറ്റിംഗ് കാണാൻ പറ്റില്ലല്ലോ. നമുക്കിനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കാണേ. ഇവിടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ശ്രീരാമൻ്റെ ചെറിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ അയോധ്യയിൽ എല്ലായിടത്തും രാമനാണല്ലോ ഉള്ളത്. പിന്നെ ഈ ഒരു
അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ആ പഴയ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ജനറൽ ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു എയർപോർട്ട് മാതൃകയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് അകത്തേക്കല്ല, അതിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഇതൊക്കെ പറയാം. ഇവിടെ ഒരുപാട് ഗേറ്റ് നമ്പേഴ്സൊക്കെ ഉണ്ട്. ഇത് ഗേറ്റ് നമ്പർ 1. ഈ ഒരു ഗേറ്റ് വഴി പ്രവേശനമില്ല. അതുപോലെ തന്നെ ഇവിടെ ഗേറ്റ് നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിലിപ്പോൾ 3 വഴിയാണ് നമുക്ക് എൻട്രി ഉള്ളത്. വാലിഡ് ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തോട്ട്, സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. നമുക്കിപ്പോൾ ഇവിടുന്ന് വാലിഡ് ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്കിനിപ്പോൾ അകത്തോട്ട് വരാം. 3 എഴുതിയ ആ ഒരു ഗേറ്റ് വഴി, അതങ്ങ് അവിടെയാണ്. അതുവഴി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു മോഡേൺ റെയിൽവേ സ്റ്റേഷനാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, ഈ ഒരു സർക്കിളായിട്ട് തന്നെ. ഈ ഒരു ആർട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ കറക്റ്റ് വിശദീകരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. അതുപോലെ തന്നെ എല്ലായിടത്തേക്കുള്ള എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഹാള് നേരെയാണ്. അതുപോലെ തന്നെ റിട്ടയറിങ് റൂം, ക്ലോക്ക് റൂം, ഓരോ സ്ഥലവും നല്ല വ്യക്തമായിട്ട് എല്ലായിടത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ റിട്ടയറിങ് റൂമൊന്നും ഓപ്പൺ അല്ല. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം നിലത്ത് തന്നെ അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. എസ്കലേറ്ററൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലീനിങ് സ്റ്റാഫ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെയാണ് റിട്ടയർ റൂമിൻ്റെ ഇതൊക്കെ സെഗ്മെൻ്റൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ക്ലോക്ക് റൂം വരുന്നത്. അവിടെയാണ് ക്ലോക്ക് റൂം. ഇവിടെ അയോധ്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് റാം മന്ദിർ. നല്ല രസമില്ല കാണാൻ, നല്ലൊരു വർക്കാണ് അത്. നമ്മളിപ്പോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിൻ്റെ ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. കയറി വരുമ്പോൾ നല്ല രീതിയിലുള്ള ചെക്കിങ് തന്നെയാണ്. ഇവിടെ ഉണ്ടോ ഓരോന്ന് എഴുതിയിട്ടുണ്ടോ. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഡോർമെട്രി, റിട്ടയർ, AC റിട്ടയർ റൂം, ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇവിടെ ഓരോന്നോരോന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഭാഗം. ഇവിടത്തേക്കൊരു ട്രെയിൻ വരുന്നുണ്ടോ. സബർമതി എക്സ്പ്രസ്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് ഉള്ളത് ഇവിടെയാണ്, അയോധ്യ ധാം ജംഗ്ഷൻ. അല്ല, വലിയൊരു നെയിം ബോർഡ് തന്നെയാണ് ഇവിടെയുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു ബിൽഡിംഗ് ഇവിടെയാണ്. അതായത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഒക്കെ നല്ല രീതിയിൽ ഇവിടെ തന്നെ കാണാം. ഗേറ്റ് നമ്പർ 3 വഴി കയറി സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അതിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആ പഴയ ഭാഗത്തേക്കൂടെ അതിലൂടെ ഇറങ്ങി ഇതിലൂടെ തന്നെ ആദ്യം വന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ച. ഒരു ഇരുട്ട തന്നെ കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷം. എല്ലാം കാണാൻ പറ്റി നല്ല രീതിയിൽ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ടോ. ഇപ്പോൾ കറക്റ്റ് നടുഭാഗത്ത് സെൻട്രലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ തന്നെ ഒരു ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട്. ശ്രീരാമൻ്റെ ഒരു പടമൊക്കെ കാണാം ഏറ്റവും മുകളിൽ. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഗേറ്റ് നമ്പറൊക്കെ വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ രാത്രിക്കത്തെ ആ ഒരു കാഴ്ചയാണ് കാണേണ്ടത്. പിന്നെ അതിൻ്റെ അകത്ത് വാലിഡ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കയറ്റി വിടില്ല. ഇപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നുമില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ പോലും നല്ല രീതിയിൽ ചെക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ എന്താ പറയുക, ശ്രദ്ധാ സേതു എക്സ്പ്രസ് ഇറങ്ങി വന്ന സമയത്താണ് ആ ഒരു എന്താ പറയുക അതൊക്കെ പകർത്തിയത്. അതിന്റെ AC ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും അവർ അതിനകത്തോട്ട് പ്രവേശിക്കുന്നില്ല. ഞങ്ങളോട് പെട്ടെന്ന് തന്നെ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ഒരു വെയിറ്റിംഗ് ഹാളിലേക്ക് പോകാനും കുറച്ച് വീഡിയോ ഒക്കെ ചിത്രീകരിക്കാനും വേണ്ടിയിട്ടാണ് ഉള്ളിൽ കയറാൻ വേണ്ടി പോയത്. അത്രയും നിയന്ത്രണങ്ങളാണ്. ഞങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ പോയി, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ RPF നമ്മൾ അതിനകത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊക്കെ പാലിക്കണമല്ലോ. അത് എതിർത്ത് നമുക്ക് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അധികം അതിനകത്തല്ലേ എന്നൊന്നും പകർത്താൻ വേണ്ടി സാധിക്കാത്തത്. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഒന്നിന് കുറച്ച് വീഡിയോ പകർത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും അവരൊന്നും പറയുന്നില്ല. എന്നാലും എന്താ പറയുക, നമ്മുടെ അയോധ്യ ധാം ജംഗ്ഷൻ, അതായത് അയോധ്യയിൽ 2 പ്രധാന റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒന്ന് അയോധ്യ കണ്ടോൺമെന്റും ഒന്ന് ഇതും. പക്ഷേ ഇതിന്റെ റിട്ടയർ റൂമൊന്നും ഓപ്പൺ ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പണിയും മര്യാദക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തന്നെ പറയാം. എല്ലാം പുരോഗമനം നല്ല രീതിയിലുണ്ട്. അവിടെ മേലൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഒന്ന് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതോ ഒരു VIP വരുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ ആ ഒരു ആളെ സ്വീകരിക്കാനുള്ള വണ്ടികളാണ്. ഒരു വിമാനത്താവളത്തിന് സമാനമായിട്ടുള്ള
റെയിൽവേ സ്റ്റേഷൻ, അയോധ്യ ഡാം. ഞങ്ങൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല ബിൽഡിങ്ങുകളും പൊളിച്ചിട്ടുണ്ട്. കണ്ടതാ, എല്ലാ സൈഡിലത്തെ മുഴുവൻ പൊളിച്ചിട്ടുണ്ട്. ഇത് മെയിൻ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വഴിയാണ്. ഞങ്ങൾ ഇനി പോകുന്നു അയോധ്യ ഡാം ബസ് സ്റ്റേഷനിലേക്ക്. കാരണം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ട സ്ഥിതിക്ക് ബസ് സ്റ്റേഷനും കൂടി ഒന്ന് കാണണ്ടേ. 4 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്കൊരു ഓട്ടോ ആക്കിയിട്ട് പോവാം, കാരണം നടന്നാൽ ഇന്നൊന്നും എത്തൂല, ഒരുപാടുണ്ടല്ലോ. ഓട്ടോ ആക്കാം. തിരക്കന്നെ, വൈകുന്നേരം ആയില്ലേ സമയത്തൊക്കെ. ഇനി രാമക്ഷേത്രത്തിൻ്റെ അവിടെ ഇതിനെക്കാട്ടും തിരക്കായിരിക്കും. അയോധ്യ റാം മന്ദിറിൻ്റെ ഈ ഒരു ഗേറ്റ് ഉണ്ട്, ഉള്ളോട്ട് കയറണ്ടേ. ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓട്ടാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതിലൂടെ തന്നെയാണ് പോകേണ്ടത്. കണ്ടത് തിരക്കണ്ട. ആൾക്കാരുടെ തിരക്ക് കൂടി വരികയാണ്. ഇതിലൂടെ പോക്കാണ് ബുദ്ധിമുട്ട്. പിന്നെ ഓട്ടോയും കൂടെ പോവാണ് പിന്നെ പറയണ്ടല്ലോ. ഇതിൻ്റെ ആ ഒരു ഭാഗത്തെത്തണം. അവിടുന്ന് നമുക്ക് ഓട്ടോയാക്കാം. ഹനുമാൻഗഡി ഇവിടത്തേക്കാണ്, അതായത് ഹനുമാൻ ക്ഷേത്രം. അവിടുന്ന് നമുക്ക് നേരെ പോകേണ്ടത് ഈ ഒരു ഭാഗത്തോട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നിട്ട് അവിടെ തന്നെ എത്തുമല്ലോ. കാരണം ആകെ പോകാൻ ഓട്ടോനൊന്നും കാണുന്നുമില്ല. അവരെ തിരക്ക് കഴിഞ്ഞിട്ട് ആക്കാന്ന് വെച്ചതാ. ഇവിടെ എവിടെയും കാണുന്നുമില്ല. പക്ഷെ എന്താല്ലേ, പക്ഷെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ നടന്നു വന്ന് നമ്മൾ അറിയേയില്ല. അതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ ചില സ്ഥലത്ത് ഭയങ്കര പൊടിയാണ്, എല്ലായിടത്തും നല്ല പൊടിയാന്ന്. വണ്ടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മാസ്ക് വേണം, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ എല്ലാ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇതല്ലേ ഈ സൈഡിലൊക്കെ കാണുന്നുണ്ട. സ്വീറ്റ്സ് ആയാലും എല്ലാം പല ഭാഗത്തും ഒരു വൃത്തിയും ഇല്ല. അതാണ്, അതൊക്കെ ഒന്ന് റെഡിയാക്കണം ആദ്യം. കാരണം എത്രയോ ആൾക്കാർ ഇന്ത്യൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന സ്ഥലമല്ലേ. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഉഷാറായി. ഇവിടെ ഒരു കുളത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുളത്തിൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പടവുകളൊക്കെ ഇപ്പൊ എനിക്കൊന്ന് ഈ ഒരു അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ഇതൊക്കെ പണി കഴിപ്പിച്ചത്. അതിന്റെ സൈഡിൽ മൊത്തം, ആ കെട്ടിടത്തിന്റെ സൈഡ് മൊത്തം നല്ല രീതിയിൽ തന്നെ എന്തൊക്കെ നടക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. എല്ലാം, ഒട്ടുമിക്ക എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചിട്ടുണ്ട്. അതായത് അത് സംഭവം എന്താണെന്നറിയാം, നമ്മുടെ അയോധ്യയിൽ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടികളൊക്കെ വളരെയധികം കുറവാണ്. രാമക്ഷേത്രത്തിന് ശേഷം അതിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ശേഷമാണ് തീർത്ഥാടകർ ഭയങ്കര കുത്തൊടുക്കുന്നത്. ഇത്ര ആൾക്ക് താമസിക്കേണ്ട ഒരു സൗകര്യം ശരിക്കും പറഞ്ഞാൽ അയോധ്യയിലില്ല. പക്ഷെ ഇനി അത് വന്നുകൊണ്ടിരിക്കും. ഒരുപാട് പ്രോപ്പർട്ടികൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ കയറി. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 3.8 കിലോമീറ്റർ ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് പറഞ്ഞത്. യെസ്, വണ്ടി എടുത്ത്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ വണ്ടികളല്ല. ഇത് തന്നെയാണ് നല്ലത്. ഷെയർ വണ്ടികളാണ് ഏറ്റവും നല്ലത്. വണ്ടി സ്പെഷ്യലാക്കി പോകുന്നു വേണ്ട, നല്ല പ്രൈസ് ആവും. ബാറ്ററി വണ്ടികൾ, പിന്നെ ഇതുപോലത്തെ വണ്ടികൾ, ഇത് വണ്ടി എല്ലാം ഉണ്ട്. അതിനനുസരിച്ച് നല്ല ബ്ലോക്ക് വന്നു. നേരത്തെ കാരണം കുഞ്ഞു കുഞ്ഞു റോഡുകളാണ്. തീർച്ചയായും. ബസ് സ്റ്റാൻഡിലേക്കൊക്കെ നല്ല തിരക്കുണ്ടല്ലേ. നല്ല തിരക്കാണ്. അയോധ്യയിൽ ഈ സമയത്ത് എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഞങ്ങളൊരു ഫെബ്രുവരി പകുതി സമയത്താണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. നിങ്ങൾ കാണുന്നത് ഏത് സമയത്താണ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാഴ്ച ഗ്യാപ്പിലായിരിക്കും വീഡിയോ കാണുന്നത്. അതെ. നല്ല ഹോണടിയാണ്. യെസ്, ബ്ലോക്ക് ഇതൊക്കെ പഴയ കെട്ടിടാണേ. ആ ചെറിയ റോഡിൽ നിന്നൊക്കെ മാറി ഇപ്പം വലിയൊരു ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. നയാഘട്ടൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. വലിയൊരു റോഡിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ്. ഇതണ്ട നയാഘട്ട അങ്ങോട്ടാ. നവി ഓട്ടോക്കാരന് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മുകളിലേക്ക് കൂടെയാണ് ഹൈവേ ഉള്ളത്. അതിനൊക്കെ കണ്ടോ, നല്ലതാ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. വാൾപേപ്പറുകളാണ് ഓരോ. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഞങ്ങളിവിടെ ബൈപ്പാസിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇനിയിപ്പോൾ ആദ്യം ഒരു ചില്ലറ കിലോമീറ്റർ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. കാരണം ആ ഒരു ഓട്ടോക്കാരൻ വരുന്നില്ല.
അങ്ങേരോട് പറഞ്ഞിട്ട് അങ്ങേര് മാറുന്ന ലക്ഷണം ഇല്ല അല്ലേ? ബൈപ്പാസിലേക്ക് വരുന്ന വണ്ടിയാണ്, പിന്നെ ഭയങ്കര ബ്ലോക്ക്. അതാണ് ബ്ലോക്ക് ഭയങ്കര ഉണ്ട്. ഇതൊക്കെ ഗോരഖ്പൂർ ലക്നൗ ഭാഗത്തേക്ക് പോകുന്ന ആ റൂട്ടാട്ടോ അത്. ഇനിയിപ്പോ ഇതാ ഈ ഒരു വണ്ടി റോങ് സൈഡൊക്കെ കയറി വരുന്നതാ. അത് നേരെ പോയി നോക്കറ പോകണ്ട. ലക്നൗ ഗോരഖ്പൂർ ഭാഗത്തേക്ക് വന്ന ബസ്സാണ് അത്. ഇത് നാഷണൽ ഹൈവേ 27 അതായത് NH 27. ഡൽഹി 675, ലക്നൗ 138, ബാരാബങ്കി 112 കിലോമീറ്റർ. നമുക്ക് നേരെയാണ് ഇനി ബസ് സ്റ്റാൻഡ് ഉള്ളത്. UP-ലെ തന്നെ റോഡ് കണ്ട എന്താ, 2 വരി അപ്പുറത്തും ടോട്ടലി 4 വരി പാതയാണ്. അതുകൊണ്ട് തന്നെ വണ്ടികൾ നല്ല പോക്ക് പോവാലോ. നമുക്ക് പിന്നെ നടന്നു പോകാൻ പ്രത്യേകിച്ച് വേറെ വഴിയൊന്നുമില്ല. ഇതിലൂടെ തന്നെ അങ്ങ് നടന്നു പോകാം. ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. അങ്ങ് ആ ഭാഗത്താണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. അവിടെ നിന്ന് ഒരു ഇലക്ട്രിക് ബസ് ഇറങ്ങി പോകുന്നുണ്ട്. അതാ അപ്പോൾ അടിപൊളി റോഡ് തന്നെ. അതാണ് ബസ് സ്റ്റേഷൻ. അയോധ്യ ഡാമിലത്തെ ബസ് സ്റ്റേഷൻ ഇതാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെ ഇലക്ട്രിക് ബസ്സും ഉണ്ട്. ഈ ഒരു ബസ്സും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഇലക്ട്രിക് ബസ് എന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്നാലും കൂടുതൽ ഇലക്ട്രിക് തന്നെയാണ്. ഞങ്ങളുടെ ഒരു നിഴല് കണ്ട, നമ്മളെ തൊട്ട് പുറകിലാണ് വെയിലില്ലത്. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് വന്ന് ഇത് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ നടുഭാഗത്തെത്തി. എവിടെ നോക്കിയാലും ഇലക്ട്രിക് ബസ്സുകൾ മാത്രം. ഇവിടെ ഇതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒരുപാട് ബസ്സുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ബസ്സൊക്കെ മുമ്പൊന്നും ഇവിടെ ഇത്രയും ഉണ്ടായില്ല. ഇപ്പം കൂടുതൽ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ബസ്സുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സിറ്റി സർവീസാണ്. നമുക്ക് അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? എവിടത്തോട്ട് പോയാലും ഒരുപോലെ തന്നെയാണ്. ആ ഒരു ഭാഗത്തോട്ട് പോവാം. ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടോട്ടലി ഒരു കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, ഓവറോൾ അടിപൊളിയാണ്. പിന്നെ ഇവിടെയൊക്കെ കണ്ടതാ നല്ല രീതിയിൽ നടക്കേണ്ട ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്കിതിലിപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിന് കയറണം, അതൊരാഗ്രഹമുണ്ട്. അത് നിങ്ങളെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ? നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ആ റൂട്ടിലേക്ക് പോകാനുള്ള ബസ് ഇവിടുന്ന് കിട്ടുമോന്ന് അറിയില്ല. ഏതായാലും സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അതെ അതെ. അതുപോലെ തന്നെ അവിടെ എന്താ പറയുക, ഇത് ബാറ്ററി, അതായത് ചാർജ് ചെയ്യേണ്ട സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ട്. ആ ഒരു ഭാഗത്തുണ്ട് കണ്ടോ. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ യാത്ര ഇപ്പോൾ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു അയോധ്യ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞില്ലേ ഒരു ബസ്സിന് കയറി പോകണമെന്ന്, അതുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. ഇത് ഇലക്ട്രിക് ബസ് സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ മറ്റ് നേരത്തെ പറഞ്ഞില്ലേ ലക്നൗ ഗോരഖ്പൂർ പോകുന്ന ബസ്സുകളൊക്കെ പുറത്തൊക്കെ കയറുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാരണാസിയിലേക്കൊക്കെ പോകും. അയോധ്യയിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന ബസ്സൊക്കെ കിട്ടുന്ന ബസ് സ്റ്റാൻഡ് വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുറെ ബസ് സ്റ്റാൻഡ് വേറെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ഇത് സിറ്റിക്ക് അകത്ത് സർവീസ് ചെയ്യുന്ന ബസ്സുകളാണല്ലോ. പിന്നെ ഇത് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് തോന്നുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ പ്രാണപ്രതിഷ്ഠ സമയത്താണെന്ന് തോന്നുന്നു ഇത് ഇനാഗുറേറ്റ് ചെയ്ത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്. കുറെ നടന്നു കേട്ടോ. പക്ഷെ എന്ത് പറഞ്ഞാൽ അയോധ്യയിൽ നല്ല കൺസ്ട്രക്ഷൻ, റെയിൽവേ സ്റ്റേഷൻ ആയാലും ബസ് സ്റ്റാൻഡ് ആയാലും നല്ല എന്താ പറയുക, ഒന്നും പറയാൻ വാക്കുകളില്ല. പിന്നെ ആ ഇടയിൽ ആ ഗള്ളി വഴി പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ പൊടിയൊക്കെ അടിച്ചു പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക അത് തോന്നുന്നല്ലാതെ കുറെ ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറുപടി ബൈ.